ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. യുദ്ധത്തിന് തയ്യാറല്ല, ഈ യുദ്ധം വേണ്ട, ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മസൂദ് പെസഷ്ക്യാൻ ഇപ്പോൾ ഖമനേയിയെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇസ്രയേലുമായി പൂർണ്ണ തോതിലുള്ള യുദ്ധം വേണ്ട എന്നാണ് പുതുതായി സ്ഥാനമേറ്റ പ്രസിഡന്റിന്റെ നിലപാട്. ഇക്കാര്യം അദ്ദേഹം ആയത്തുള്ള അലി ഖമനേയിയുമായി ചർച്ച ചെയ്തുവെന്നും ലണ്ടനിലെ ഇറാനിയൻ ന്യൂസ് ചാനൽ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ ആക്രമണങ്ങൾക്ക് മുതിരുന്നത് പ്രദേശത്തെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയിലാണ് താൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്നും പെസഷ്ക്യാൻ വ്യക്തമാക്കി. ഇതോടെ പ്രതികാരം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണോ എന്ന സംശയവും ബലപ്പെടുകയാണ്. പുതിയ പ്രസിഡന്റ് തന്റെ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. എന്നാൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. യുദ്ധം ആസന്നമാണ്, അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് പരമോന്നത നേതാവിന്റെ നിലപാട്. മസൂദ് പെസഷ്ക്യാന് വ്യക്തമായ ധാരണയുണ്ട്. ഇസ്രയേലുമായി ഒരു യുദ്ധം തുടങ്ങിവെച്ചാൽ അത് അവസാനിക്കാനേ പോകുന്നില്ല. രണ്ടിൽ ഒരാൾ വീഴാതെ ഈ യുദ്ധം അവസാനിക്കുകയുമില്ല. ഇസ്രയേലുമായി യുദ്ധം തുടങ്ങുന്നത് ബുദ്ധിയല്ല, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇറാന് നേരിടേണ്ടി വരുമെന്നും മസൂദ് പെസഷ്ക്യാന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ പരമോന്നത നേതാവിന്റെ വാക്കാണല്ലോ അവസാനത്തേത്. അതുകൊണ്ട് തന്നെ ആയത്തുള്ള അലി ഖമനേയി എന്ത് തീരുമാനിക്കുന്നു എന്നതിലാണ് കാര്യം. പക്ഷേ പുതിയ പ്രസിഡന്റ് തന്റെ നിലപാട് ഇത് തന്നെയാണെന്ന് ആവർത്തിക്കുന്നു. ഇതോടെ ഖമനേയി കരയുകയാണ്. കാരണം റെയ്സിക്ക് പകരക്കാരനെയാണ് ഖമനേയി തേടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇബ്രാഹിം റെയ്സിയുടെ അതേ രീതിയിലല്ല മസൂദ് പെസഷ്ക്യാന്റെ നീക്കങ്ങൾ. പുതിയ പ്രസിഡന്റ് രാജ്യത്തിന്റെ ഉന്നമനത്തിനും ജനങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത്. എന്നാൽ മുൻ പ്രസിഡന്റ് റെയ്സി അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം രാജ്യത്ത് വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ നടത്തിയ ഒരു നേതാവാണ്. മതത്തിനും ശത്രുക്കളുടെ പതനത്തിനും വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളായിരുന്നു ഇബ്രാഹിം റെയ്സി. ഇബ്രാഹിം റെയ്സിക്ക് പകരക്കാരനെയാണ് ആയത്തുള്ള അലി ഖമനേയി തേടിയത്. പക്ഷേ അതുപോലെ ഒന്നുമേ അല്ല പുതിയ പ്രസിഡന്റ്. ഇത് പരമോന്നത നേതാവിനെ വിറളി പിടിപ്പിക്കുകയാണ്. പറ്റിയ സമയവും സന്ദർഭവും നോക്കി ഇസ്രയേലിനെ ആക്രമിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാൻ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ പോരാണ്. പെസഷ്ക്യാനെ പിന്തുണയ്ക്കുന്നവർ വളരെ കുറവാണ്. എന്നാൽ യുദ്ധം വേണമെന്ന് വാദിക്കുന്നത് വലിയൊരു വിഭാഗമാണ്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും മുൻനിര നേതാക്കൾ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതോടെ മധ്യപൂർവ്വദേശം വീണ്ടും തിളച്ചുമറിയുകയാണ്. ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ലബനനും ഇസ്രയേലുമെല്ലാം ചർച്ചകളിൽ നിൽക്കുകയാണ്. എന്ത് സംഭവിക്കും, എന്തും സംഭവിക്കാമെന്ന നിലയിൽ ലോകവും. ഇതിന്റെ കൂടെ വിവിധ ചേരികളുടെ പക്ഷം പിടിച്ച് US-ഉം റഷ്യയും ഫ്രാൻസും ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തു. എന്താണ് യഥാർത്ഥത്തിൽ മധ്യപൂർവ്വ ദേശത്ത് നടക്കാൻ പോകുന്നത് എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 5-ന് US സെൻട്രൽ കമാൻഡിന്റെ തലവൻ ജനറൽ മൈക്കൽ കുറില്ല ഇസ്രയേലിലും റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും എത്തിയതോടെ ലോകം മുൾമുനയിലായിരുന്നു. അപമാനത്തിന് നേരിട്ട് തിരിച്ചടി നൽകുന്നതിന് പകരം ലബനനിലെ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി ഇസ്രയേലിനെ ആക്രമിക്കാനാണ് ഇറാൻ നീക്കം നടത്തുന്നത്. പുതിയ ഇറാൻ പ്രസിഡന്റ് നേരിട്ടുള്ള യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ പ്രതികാരം ചെയ്യുകയും വേണം. ഇതാണ് നിലവിലെ ഇറാന്റെ അവസ്ഥ. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നാകട്ടെ ഇസ്രയേലിന് നേരെ ആക്രമണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. വടക്കൻ ഇസ്രയേലിലെ പ്രദേശങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവയിലേറെയും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുക്കുകയും ചെയ്തു. ഇനിയും ആക്രമണം തുടരുമെന്ന് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ള വ്യക്തമാക്കിയത്. ഇസ്രയേലിനെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് ഇസ്രയേൽ അതിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് തടയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇറാനും സിറിയയും തുറന്ന യുദ്ധത്തിന്റെ ഭാഗമാകരുത്, മറിച്ച് ആയുധ, സാമ്പത്തിക, നയതന്ത്ര സഹായങ്ങൾ മാത്രം ഹിസ്ബുള്ളയ്ക്ക് നൽകിയാൽ മതിയെന്ന് ഹസൻ നസറുള്ള വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ എങ്ങും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജനങ്ങളോട് ഭരണകൂടം നിർദ്ദേശിച്ചു. ആക്രമണം ഉണ്ടായാൽ ഒളിക്കാനുള്ള സുരക്ഷിത താവളങ്ങൾക്കും അഭയകേന്ദ്രങ്ങൾക്കും സമീപം വേണം താമസിക്കേണ്ടതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടെ ഒരു കാര്യം വ്യക്തമാണ്, തിരിച്ചടി അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഇറാൻ നടത്താം, നേരിട്ടായിരിക്കണമെന്നില്ല. കാരണം നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഇറാന് വരാൻ കഴിയില്ല. മുച്ചൂടും മുടിക്കും ഇസ്രയേൽ. ആ ഭയം ഉള്ളിലുള്ളതുകൊണ്ട് ഹൂതി വിമതരെയും ഹിസ്ബുള്ളയെയും ഒക്കെ തന്നെയാണ് വീണ്ടും കളത്തിലിറക്കുന്നത്. ഹനിയയുടെ കൊലപാതകമാണ് ഇപ്പോൾ വലിയ രീതിയിൽ തീ ആളിക്കത്തിക്കുന്നത്. ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഇറാനും മറ്റ് അറബ് രാജ്യങ്ങളും ആരോപിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ഇക്കാര്യം അംഗീകരിച്ചിട്ടേയില്ല. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ അതിനെ തടുക്കാൻ സജ്ജമാണെന്നും ഇസ്രയേൽ പറയുന്നു. ഒരുപക്ഷെ ഇറാൻ നേരിട്ടായിരിക്കില്ല ആക്രമിക്കുകയെന്നും ലബനനിലെ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയാകും ആക്രമണം തുടങ്ങുക എന്നും ഇസ്രയേൽ കണക്കുകൂട്ടിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം അടുത്തിടെ ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു. ഇതിന് പ്രതികാരമായി ഇറാൻ കൂടെയില്ലെങ്കിലും ഹിസ്ബുള്ള ആക്രമണം നടത്തുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ ഇറാൻ മറ്റൊരു നീക്കം നടത്തിയിട്ടുണ്ട്. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയെന്ന കാരണം പറഞ്ഞ് ഇറാൻ തങ്ങളുടെ വ്യോമപാത അടച്ചതായി ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ വ്യോമപാത ഒഴിവാക്കണമെന്ന് ഇറാൻ പ്രധാന എയർലൈനുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതായത് ആക്രമണത്തിന് കോപ്പ് കൂട്ടാനാണ് ഇറാൻ വ്യോമപാത അടച്ചതെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. പ്രതികാരം ചെയ്യാൻ ഉറച്ച് ഇറാനും പ്രതിരോധിക്കാൻ ഇസ്രയേലും രംഗത്തെത്തുന്നതോടെ പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട യുദ്ധഭീതിക്ക് അയവില്ല. ഇരു രാജ്യങ്ങളെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അനുകൂല തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇസ്രയേലിനെതിരെ ചില അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ആക്രമണം നടത്താനാണ് ഇറാൻ ഒരുങ്ങുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതിനിടെ വിഷയത്തിൽ ഇടപെട്ട റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രയേലിനെതിരെ കടുത്ത ആക്രമണം നടത്തരുതെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടു. സിവിലിയന്മാരെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തരുതെന്നും മേഖലയെ വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിന് പിന്തുണ നൽകുന്നതാണ് പുടിന്റെ സന്ദേശമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഇതിനിടെ ഇറാനും ഇസ്രയേലിനും മുന്നറിയിപ്പുമായി അമേരിക്കയും രംഗത്ത് വന്നു. തർക്കം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇരു രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി. നേരത്തെ ഇസ്രയേലിനെ എല്ലാ ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്ക മേഖലയിലേക്ക് കൂടുതൽ സൈനിക നീക്കവും നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ ശക്തരായ രണ്ട് രാജ്യങ്ങൾ പരസ്പരം പോരടിക്കുകയും അവർക്കൊപ്പം സഖ്യകക്ഷികളായി കൂടുതൽ പേരെത്തുകയും ചെയ്യുന്നത് മേഖലയിൽ യുദ്ധഭീതി പടർത്തിയിട്ടുണ്ട്. സംഘർഷ സാധ്യത ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ഇറാനോടും ഇസ്രയേലിനോടും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇറാൻ പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുദ്ധത്തിന് തയ്യാറല്ല, യുദ്ധം വേണ്ട എന്ന്. എന്നാൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി യുദ്ധത്തിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തും സംഭവിക്കാം. ഭീതിയുടെ മുൾമുനയിലാണ് പശ്ചിമേഷ്യ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.